Good morning, students. Today we are going to discuss about what is called group discussion and what are the features of group discussion and what are the needs to have an effective group discussion. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പം ചാപ്റ്ററിലേക്ക് കിടക്കാം. ഗ്രൂപ്പ് ഡിസ്കഷൻ ഹെൽപ്സ് ടു നമ്മൾ സാധാരണ ഇപ്പം ഏതെങ്കിലും ഒരു കോളേജിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചിട്ട് ഈ 3 വർഷം പഠിച്ചതിൻ്റെ ഇടയ്ക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, ഡിബേറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ചെല്ലുമ്പോഴാണെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോഴാണെങ്കിലും എവിടെ ചെന്നാലും ഗ്രൂപ്പ് ഡിസ്കഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കരുതണം ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ്. അപ്പം വാട്ട് ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ? ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മുടെ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ സാധാരണ അലോട്ട് ചെയ്യുന്നത്. അപ്പം ആ കണ്ടൻറ്റ് തരുന്ന ആളാരാണോ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് തരുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അത് അവർക്ക് പറയുന്നതാണ് മോഡറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ? ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, പെർസുവേഷൻസ് ആൻഡ് നെഗോഷിയേറ്റിംഗ് സ്കിൽസ്, ടീം വർക്ക് എബിലിറ്റീസ് ആൻഡ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെ നമുക്ക് എന്തൊക്കെ കാര്യം ഡെവലപ്പ് ചെയ്യാം? ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, ഒരു കാര്യത്തിനെ നല്ല വിമർശനമായ രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ പെർസുവേഷൻ, പല തരം ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേട്ടിട്ട് അതിൽ നിന്നൊരു അൾട്ടിമേറ്റായിട്ടൊരു കാര്യം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ ഒരു കളക്റ്റീവ് റെസ്പോൺസാണ്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു ഔട്ട്കം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ. അതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യങ്ങൾ. ആ നെഗോഷിയേറ്റിംഗ് സ്കിൽസ്, ടീം വർക്ക് എബിലിറ്റീസ് ആൻഡ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു സംസാരിച്ച് എല്ലാം ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ഒരു കൺക്ലൂഷനിൽ എത്തുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷന് സാധാരണ വെക്കാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. അത് പല ആളുകളുടെയും പെർസുവേഷനിൽ നിന്ന്, അവരുടെ വീക്ഷണത്തിൽ നിന്നുണ്ടായി വരുന്ന, പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആളുകളുടെ എല്ലാം കൂടെ ഉള്ള ഒരു കളക്റ്റീവ് റെസ്പോൺസിൽ നിന്നാണ് നമുക്ക് ഈ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നത്. അതൊക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഇറ്റ് ഈസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് സിറ്റിംഗ് അറൗണ്ട് എ ടേബിൾ ടു ഡിസ്കസ് ആൻ ഇഷ്യൂ, എ ടോപ്പിക്, എ പ്രോബ്ലം or a situation. In group discussion, it is conducted to determine the ability of candidate to communicate effectively and assertive, his ability to find multiple solutions and to find whether the problem is problem oriented or logical if it is case study. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരാളുടെ മോഡറേറ്റർ ഒരു സബ്ജക്റ്റ് നമുക്ക് തരുവാന്ന് വെച്ചു. അപ്പം നമ്മൾ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവർ നോക്കുന്ന മെയിൻ കാര്യം എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ, ഒരു കുട്ടിയുടെ എബിലിറ്റി എന്ന് വെച്ചാൽ ആ ഒരു കുട്ടികളുടെ കഴിവ് എന്താ, കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി, അവൻ എന്തുമാത്രം അവൻ്റെ ഉള്ളിലുള്ള കാര്യം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അസേർട്ടീവ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിലപാടെടുക്കുക എന്ന് വെച്ചാൽ ഉറച്ച തീരുമാനത്തോടെ തന്നെ പറയുക എന്നുള്ളതാണ് അസേർട്ടീവ്. ഒരു കാര്യം അസേർട്ട് ചെയ്യുക. അപ്പം ഹിസ് എബിലിറ്റി, അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് ഫാക്ട്സ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും കള്ളം ആയിരിക്കരുത്. കൃത്യമായ തെളിവുകളും ോടെ മാത്രമേ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹിസ് എബിലിറ്റി ടു ഫൈൻഡ് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ആൻഡ്, അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് വരുന്ന പല മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ നിന്നും ഏറ്റവും നല്ല കാര്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതും അത് മാനേജ് ചെയ്യുന്ന കഴിവുമൊക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു മോഡറേറ്റർ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വെള്ളമില്ല, കുടിവെള്ള പ്രശ്നമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളെയും കൂട്ടി ഒരു ഊരുകൂട്ടം, അങ്ങനെ ഒരു സംഭവമില്ലേ. അപ്പോൾ ആ ഒരു ഡിസ്കഷനിൽ നിന്ന് എന്താണ് പ്രശ്നം എന്ന് ഒരു കേസാണത്, ഒരു കേസ് സ്റ്റഡിയാണ്. അപ്പം അതിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും നല്ലൊരു തീരുമാനം, ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തി അതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്നാണ്. അപ്പോൾ അത് കണ്ടെത്താനും നമുക്ക് ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടുക ചെയ്യാം. അപ്പോൾ ഇഫ് ദി മോഡറേറ്റർ ഗീവ്സ് റൂൾസ് ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴൊക്കെ നിങ്ങളോട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ പറയുമ്പം അവരൊരു റൂൾസ് തരികയാണ്.
യു ഹാവ് ടു ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ്. ഇപ്പോൾ സ്ട്രക്ചേർഡ് ആണോ അൺസ്ട്രക്ചേർഡ് ആണോ എന്ന് നമ്മൾ ആദ്യം വിലയിരുത്തണം. സ്ട്രക്ചേർഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്ക്. ഈച്ച് പാർട്ടിസിപ്പൻറ്റ് ഗെറ്റ്സ് എ ചാൻസ് ടു സ്പീക്ക്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ ഓരോ ആളുകൾക്കും ഒരു സമയം കഴിഞ്ഞ് അടുത്ത ആൾ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞ് അടുത്ത ആൾ സംസാരിക്കുക, അത് കഴിഞ്ഞ് അടുത്ത ആൾ. അപ്പോൾ ഒരു സീക്വൻഷ്യൽ ഓർഡർ കാണും. അതിനാണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന്. വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. അൺസ്ട്രക്ചേർഡ് എന്ന് വെച്ചാൽ എനിവൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് അറ്റ് എനി ടൈം വിതൗട്ട് എനി സീക്വൻസ്. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇലക്ഷൻ്റെയൊക്കെ സമയമാകുമ്പോൾ നമ്മുടെ TV റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്, ഈ ഓരോ നാടുകളിൽ ചെന്നിട്ട് ആ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് അവരുടെ അഭിപ്രായം, ഇത്രയും നാൾ LDF എന്ത് ചെയ്തു, ഇത്രയും നാൾ UDF എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ വെക്കാറുണ്ട്. ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്താ ആർക്കും എന്ത് വേണേലും വിളിച്ച് പറയാം ആ സമയത്ത്. കണ്ടിട്ടില്ലേ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആളുകൾ വരെ എന്നാ, ഇപ്പോൾ LDF UDF ആണെങ്കിൽ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും, അവസാനം പ്രശ്നമാകും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആർക്കും എന്തും സംസാരിക്കാം. അതാണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. അപ്പോൾ അത് രണ്ടും നമ്മൾ സ്ട്രക്ചേർഡ് ആണോ അൺസ്ട്രക്ചേർഡ് ആണോ എന്ന് ആദ്യമേ വിലയിരുത്തണം. അപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ ഹെൽപ്സ് ഇൻ സ്പീക്കിംഗ്, ലിസണിങ്, അനലിറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ലീഡർഷിപ്പ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആർ ഇവാലുവേറ്റഡ്. അപ്പം നമ്മുടെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു എക്സാം ചെയ്യുക. ഒരാൾക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീക്കിംഗ് സ്കില്ല്, ആൾ സംസാരിക്കുന്ന രീതി, ലിസണിങ് സ്കില്ല്, മനസ്സിലാക്കുന്ന രീതി, അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്ന ലിസണിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആ ഒരു രീതിയും, അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ആ കേട്ട കാര്യം വിലയിരുത്തുന്നതിനുള്ള അദ്ദേഹം എടുത്ത ആ ഒരു നിലപാട്, അതാണ് അനലിറ്റിക്കൽ. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽ, അതെങ്ങനെ ആ ഒരു പ്രശ്നത്തെ അവർ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സോൾവ് ചെയ്യാൻ കൊണ്ടുവന്ന് അവർ പറഞ്ഞ കാര്യം, അതിനെ പറ്റിയൊക്കെയാണ് ഇവർ വിലയിരുത്തുന്നത്. ആര്? മോഡറേറ്റർ. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി അറിയാമല്ലേ. ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സംസാരം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതെല്ലാമാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ മോഡറേറ്റർ ഒരാളെക്കുറിച്ച് വിലയിരുത്തുന്നത്. അപ്പം അടുത്തത് വാട്ട് ആർ ദി ഫ്യൂച്ചേഴ്സ് ദാറ്റ് ആർ നീഡഡ് ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇപ്പം എന്തൊക്കെയാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കേണ്ട ഒരാൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വാട്ട് ആർ ദി തിങ്സ് വി വാണ്ട് ടു ഇൻവോൾവ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഫസ്റ്റ് തിങ് ഈസ് കണ്ടൻറ്റ്. ഇപ്പം കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഒരു എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടൻറ്റ്. അപ്പോൾ ടു മേക്ക് ആൻ ഇമ്പാക്റ്റ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഗുഡ് നോളജ് അബൌട്ട് ദി ടോപ്പിക് ഗീവൺ. അപ്പം തന്നിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് നല്ലൊരു ബോധവും ജ്ഞാനവും നമുക്ക് ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് ഫെയർലി ഗുഡ് general knowledge and awareness of the current situation. This will prevent ideas from drying up fast and keep the discussion alive and lively. If you are entirely unfamiliar with the topic given, wait for someone else to come up with important information and facts. അപ്പം ഞാൻ പറഞ്ഞ പോലെ കണ്ടൻറ്റ് നല്ല ബോധം ഉണ്ടായിരിക്കണം ആ ഒരു സബ്ജക്റ്റിനെ പറ്റി. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അറിയത്തില്ലെങ്കിൽ അത് മിണ്ടാൻ പോകരുത്. വേറൊരാൾ സംസാരിച്ചിട്ട് അയാളുടെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ നമ്മളത് ആ ഒരു പോയിൻറ്റും കൂടെ കണക്ട് ചെയ്ത് സംസാരിക്കാവുള്ളൂ. അതൊന്നാമത്തേത്. ദെൻ ക്വിക്ക്ലി ഫോർമുലേറ്റ് യുവർ സ്റ്റാൻസ്. പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് സ്റ്റാൻസിൻ്റെ അർത്ഥം, പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പം നമ്മുടെയും വീക്ഷണം എന്താണെന്നുള്ളത് നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ബാക്കി എല്ലാവരുടെയും ഓരോരുത്തരുടെയും അഭിപ്രായം കേട്ടിട്ട് വേണം, അതിൽ നിന്ന് നമ്മുടെയും കൂടെ കാഴ്ചപ്പാട് കൂടെ കണ്ടിട്ട് വേണം നമ്മളൊരു ആർഗ്യുമെൻറ്റ് പറയാൻ. and come in with your perspective. യെസ്, അത് തന്നെ. അപ്പം നമ്മൾ വി ഷുഡ് ബ്രിങ് അപ്പ് വിത്ത് അവർ ഓൺ പേഴ്സ്പെക്റ്റീവ്. അപ്പം നമ്മുടെ വീക്ഷണം എന്താണോ അതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണോ അത് ഈ ബാക്കിയുള്ളവരെ എല്ലാവരുടെയും ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് വേണം നമ്മൾ ഒരു സൊല്യൂഷനായിട്ട് കൊണ്ടുവരാൻ. ഹൗ ക്യാൻ യു ഇംപ്രൂവ്
യുവർ ജനറൽ നോളജ് അത് ജസ്റ്റ് വായിച്ച് നോക്കുക. മാഗസിനിലൂടെ, ടി വി ചാനൽസിലൂടെ, ഡിബേറ്റ്സ് ഓൺ ടി വി ചാനൽസ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് ഓൾവേസ് ഹെൽപ്സ് ടു നോ വെദർ ഹാപ്പനിങ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് എൻവയോൺമെൻറ്റ്, ജെൻഡർ, പൊളിറ്റിക്സ്, സ്പോർട്സ്. അതൊക്കെ ഉള്ളൂ. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ മാക്സിമം നമ്മൾ പത്രം വായിക്കണം, അല്ലാതെ ബാക്കിയുള്ള ന്യൂസ് കാണണം. അപ്പം ലോകത്തിൽ എന്താ നടക്കുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു ബോധം നമുക്ക് വേണം. എന്നാലേ നമുക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ട് നിലപാടെടുക്കാനും ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കാനും പറ്റുള്ളൂ. Communication. Second one is communication. Along with the knowledge of content, it is very important to know how you can communicate them effectively. It always helps to have a good grasp of vocabulary and fluency in speech. അപ്പം കണ്ടൻറ്റ് മാത്രം ഉണ്ടായാൽ പോരാ, അത് എല്ലാവരിലും എത്തിക്കണമെങ്കിൽ എന്താ, നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അപ്പം നമ്മുടെ വൊക്കാബുലറി, ഇംഗ്ലീഷ് ആണെങ്കിൽ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മുടെ നോളജ് ഇൻ വേർഡ്സ്. അപ്പം എന്തൊക്കെ നമ്മൾ എത്ര വാക്കുകൾ നമ്മൾ പഠിക്കുന്നോ അത്രയും നമ്മൾ ലോകത്തെ അറിയുന്ന പറയുന്നത്. അപ്പം ആ ഒരു വൊക്കാബുലറി സ്കിൽസ് നമ്മൾക്ക് നോക്കണം. അതുപോലെ തന്നെ ഫ്ലുവൻസി ഇൻ സ്പീച്ച്, നമ്മൾ സംസാരിക്കുന്നത് മുറിഞ്ഞൊന്നും പോകാതെ കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോയിൽ പോകാൻ ഉള്ള ഒരു കഴിവും നമുക്ക് വേണം. യൂസിങ് ദ റൈറ്റ് വേർഡ് അറ്റ് ദ റൈറ്റ് ടൈം ഗീവ്സ് ക്ലാരിറ്റി ടു ദ ഡിസ്കഷൻ ആൻഡ് ഓൾസോ ഹൈലൈറ്റ്സ് യുവർ റോൾ ഇൻ ജനറേറ്റിംഗ് ഐഡിയാസ് ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ റൈറ്റ് വേർഡ് അറ്റ് ദ റൈറ്റ് മൊമെൻറ്റ്, ആ സമയത്ത് നമുക്ക് എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് പറയുക. പിന്നെ എഗെയിൻ റിമെമ്പർ നോട്ട് ടു എക്സ്ഹോസ്റ്റ് ഓൾ യുവർ ഐഡിയ അറ്റ് വൺ ഗോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ പറയരുത്, കൃത്യമായിട്ടുള്ള ബ്രീഫായിട്ട് നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. എവറി ടൈം യു കോൺട്രിബ്യൂട്ട് മേക്ക് യുവർ ടോക്ക് ബി ബ്രീഫ് ആൻഡ് റെലവൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനുകാലിക പ്രസക്തിയുള്ളതും ഒരു കണ്ടൻ്റ് ഉള്ളതായിരിക്കണം. And it is better to break into that discussion with a new idea each time rather than exhausting all your points the first time itself. As most of the GDs today are carried out in GD എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അതിന് കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിലും എക്സാമിന് ചോദിക്കുവാണെങ്കിലും GD എന്ന് പറഞ്ഞാൽ ചോദിക്കത്തുള്ളൂ. അപ്പം യു ഷുഡ് പോസസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ്. അപ്പം പറയുന്ന പോലെ തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് ഇംഗ്ലീഷിലുണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു നല്ലൊരു ജഡ്ജിങ് പാനലിനെ നമുക്ക് ഇമ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ടിപ്സ് നോക്കിയാൽ യൂസ് സിമ്പിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് വിത്ത് ദി റൈറ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള വേർഡ്സും അപ്രോപ്രിയേറ്റ് വേർഡ്സും ചൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഉച്ചരിക്കാൻ പഠിക്കണം. യൂസ് ഗ്രാമാറ്റിക്കൽ കറക്റ്റ് സെൻറ്റൻസസ് വിത്ത് കൺസൈസ് ആൻഡ് ആംബിഗ്യസ് എക്സ്പ്രഷൻസ്. അപ്പോൾ യൂസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസസ്. ഇപ്പം നമ്മൾ പറയുന്നതിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള ഗ്രാമറിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൺസൈസ് എന്ന് പറഞ്ഞാൽ കണ്ടൻ്റ് ഉള്ളതും, അതുപോലെ അൺആംബിഗ്യസ് എന്ന് വെച്ചാൽ ക്ലിയർ അല്ലാത്ത, ക്ലാരിറ്റി ഇല്ലാത്ത എക്സ്പ്രഷൻസ് ഒന്നും നമ്മൾ മുഖത്തോ ഒരിടത്തോ സംസാരത്തിലോ ഒന്നും വരാൻ പാടില്ല. യൂസ് സിമ്പിൾ ലാംഗ്വേജ് വിതൗട്ട് എക്സാജറേഷൻ ആൻഡ് ഫ്ലവറി എക്സ്പ്രഷൻസ്. അപ്പോൾ പെരുപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ പഠിക്കുക. സ്പീക്ക് ഫ്ലുവൻ്റ്ലി ബട്ട് എ മോഡറേറ്റ് സ്പീഡ് ആൻഡ് വോളിയം വിത്ത് അപ്രോപ്രിയേറ്റ് പോസസ്. ഇപ്പോൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം, അതൊക്കെയാണ് പറയുന്നത്. മോഡറേറ്റ് സ്പീഡിൽ നല്ല വോളിയത്തിൽ വേണം ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കുചേരാൻ. യൂസ് ടോൺ വേരിയേഷൻ ആൻഡ് ഡു നോട്ട് ലെറ്റ് യുവർ സ്പീച്ച് ബിക്കം മോണോട്ടോണസ്. യുവർ ടോൺ ഷുഡ് ബി പ്ലീസിങ് ആൻഡ് നോട്ട് കമാൻഡിങ്. അപ്പം മോണോട്ടോണസ് എന്ന് വെച്ചാൽ ആവർത്തന വിരസത ഉണ്ടാവാതിരിക്കുക. അതുപോലെ തന്നെ ടോൺ വേരിയേഷൻ. ഇപ്പം നമ്മളുടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിന് നമുക്ക് സാധാരണ വേറൊരു സൗണ്ടല്ല വരുന്നത്. അപ്പോൾ അതൊന്നും പാടില്ല. നമ്മളൊരു സ്റ്റെബിലിറ്റി ഉള്ള സൗണ്ടിൽ വേണം സംസാരിക്കാൻ. സ്വരം താത്തിയോ പൊക്കിയോ ഒന്നും കയർത്തുപോലും സംസാരിക്കാൻ പാടില്ല. ഡു നോട്ട് ഇൻട്രാക്ട് just in monosyllables such as yes or no. അപ്പം നമ്മൾ yes or no യിൽ നിന്ന് മാത്രം ഒതുങ്ങാതെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാൻ പഠിക്കണം. ഡു നോട്ട് യൂസ് നോൺ വേർഡ് ഫില്ലേഴ്സ് സച്ച് as you know, you see, like, well, etc. too often. അപ്പോൾ ഇതൊക്കെ ഈ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ. ഫില്ലർ സൗണ്ട്സ് ലൈക്ക് must be checked. A group discussion is an
ഒഫീഷ്യൽ ഇൻട്രാക്ഷൻ, സോ ഡു നോട്ട് യൂസ് സ്ലാങ്. അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ ഇൻട്രാക്ഷനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു സ്ലാങ്, നമ്മുടെ നാട്ടിൽ എന്താണോ സംസാരിക്കുന്നത് ആ ഒരു രീതിയിലൊന്നും പോയി ഗ്രൂപ്പ് ഡിസ്കഷനിൽ പോയി സംസാരിക്കരുത്. അതൊരു പോളിഷ്ഡായിട്ട് വേണം സംസാരിക്കാൻ. യൂസ് ലിങ്കിങ് ഫ്രേസസ് ടു കണക്ട് ആർഗ്യുമെൻറ്റ്സ്, ദെയർഫോർ, ബിക്കോസ് ആൻഡ് സോ, ദസ്, എക്സെട്ര ആർ ലിങ്കിങ് വേർഡ്സ്. അപ്പോൾ ഈ ലിങ്കിങ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിരിക്കും. മേക്ക് യൂസ് ഓഫ് പൊളൈറ്റ് എക്സ്പ്രഷൻസ് ടു ഡിസഗ്രി ഓർ ടു ഇൻറ്ററപ്റ്റ് അതേഴ്സ്. അപ്പം നമ്മൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ ഒരു പൊളൈറ്റായിട്ട് നമ്മൾ അപ്പോൾ ആ ഒരു പൊളൈറ്റ്നെസ് നമ്മുടെ മുഖത്ത് വേണം. അവോയ്ഡ് യൂസിങ് ടെക്നിക്കൽ ടേംസ്, എക്സ്പ്ലെയിൻ കോംപ്ലക്സ് കോൺസെപ്റ്റ്സ് ഇൻ സിമ്പിൾ ലാംഗ്വേജ്. അപ്പോൾ ടെക്നിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ആർക്കും മനസ്സിലാവാത്ത ടേംസൊക്കെ സാധാരണ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കോംപ്ലക്സ് കൺസെപ്റ്റ് ഇൻ സിമ്പിൾ ലാംഗ്വേജ്. എത്ര തന്നെ വലിയ കോംപ്ലക്സ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എത്ര വലിയ കഠിനമായിട്ടുള്ള കൺസെപ്റ്റ് ആണെങ്കിലും അത് സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ പഠിക്കുക. നെക്സ്റ്റ് വണ്ണാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്. കണ്ടൻ്റല്ല, നെക്സ്റ്റ് ഫ്യൂച്ചർ. അത് എന്താണെങ്കിലും എക്സാമിന് ചോദിക്കും, ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്നുള്ളത്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെങ്കിലും എക്സാമിന് ചോദിക്കും. അത് പഠിച്ചിരിക്കണം. ആ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് പഠിക്കണം. സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇപ്പോൾ 2 തരത്തിലുള്ള തിങ്കിങ് ആണ് ഒരു മനുഷ്യനുള്ളത്. ഒന്ന് ക്രിയേറ്റീവ് തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ആണ് നമുക്ക് ഈ ഗ്രൂപ്പ് ഡിസ്കഷന് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ നമ്മൾ ഏതൊരു കാര്യവും വിമർശനാത്മകപരമായി കാണും. പക്ഷേ ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ നമ്മളതെങ്ങനെയെങ്കിലും കൂടുതൽ ക്രിയേറ്റീവായിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മഴ എന്ന് പറയുന്നത്, മഴയെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കേരളത്തിൽ ഇത്ര അളവ് എമൗണ്ട് മഴ പെയ്തു, അതുകൊണ്ട് ഒരു ഫ്ലഡ് വരാൻ, ഒരു ജലപ്രളയം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു മഴയെ നോക്കിക്കാണുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ് ആയിട്ട് മഴയെ നോക്കിക്കാണുമ്പോഴാണ് കവികളും ബാക്കിയുള്ള കഥാകാരന്മാരൊക്കെ എഴുതുന്നത് മഴയെക്കുറിച്ച്. കാരണം മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൽ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ, ഒരു കവിതയൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുന്നവർക്കാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ഒരു സബ്ജക്റ്റിനെ എടുക്കുവാണെങ്കിൽ ക്രിട്ടിക്കലുമായിട്ടും ക്രിയേറ്റീവായിട്ട്. ഇപ്പോൾ ഈ ബോട്ടിൽ ഈ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഒത്തിരി പേര് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ളവർ. ഇപ്പോൾ അങ്ങനെയുള്ളവർ അതിനെ ഒരു ക്രിയേറ്റീവായിട്ട് എടുക്കുകയും ബാക്കിയുള്ളവർ അതെങ്ങനെയും വേസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷനാണ് അവർ നടത്തുന്നത്. അപ്പം 2 തരത്തിലുള്ള ആളുകൾ. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് എ group discussion. During a discussion you have to listen to and understand the arguments of the other participants and at the same time decide what points you should raise and how. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നതിനെക്കുറിച്ച് നമ്മൾ അവരുടെ ആർഗ്യുമെൻറ്റ്സ് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ റേസ് ചെയ്യേണ്ട കാര്യം എന്നൊക്കെ ഉള്ളത് ബാക്കിയുള്ളവരുടെ ആർഗ്യുമെൻറ്റ്സും കൂടെ വിലയിരുത്തിയിട്ട് വേണം ചെയ്യാൻ. എ ഗുഡ് ഡിസ്കഷൻ ഓൾവേസ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് നെറ്റ്വർക്കിംഗ്, ആൻഡ് നെറ്റ്വർക്കിംഗ് ഇൻവോൾവ്സ് ആക്റ്റീവ് തിങ്കിങ്, building on one another's point, negotiating, persuading and collating views. അപ്പം ഒരു ഗുഡ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ പലരുടെയും ഐഡിയാസ് പുറത്തേക്ക് വരും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിംഗ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ആക്റ്റീവ് തിങ്കിങ്, അതാണ് ഗുഡ് ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ അത് ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിലും കൂടെ ആകുമ്പോൾ അത് ഇച്ചിരിയും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. യൂസ് ദ ഫോളോയിങ് ടിപ്സ്. സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ചില കാര്യങ്ങളിൽ കൂടെയാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതുപോലെയല്ല, ക്രിട്ടിക്കൽ തിങ്കിങ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെസ്ട്രെയിനിങ് യുവർ ഇമോഷൻസ്. അപ്പം നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ പിടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇമോഷണൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനെ മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് കാണരുത് ഒരു കാര്യത്തെ. ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും നമ്മുടെ പാർട്ടി ഇത് തീരുമാനിച്ചതുകൊണ്ട് ഞാനും ഇത്, ഇപ്പോൾ കോൺഗ്രസ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ LDF സർക്കാർ എന്തെങ്കിലും തീരുമാനം എടുക്കുക, BJP ആരെങ്കിലും, അപ്പം ഞാൻ BJP കാരനല്ലെങ്കിൽ
കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എനിക്ക് ഈ തീരുമാനം വന്നു, അപ്പോൾ എൻ്റെ പാർട്ടി ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്ത ശരിയല്ല. നമ്മൾ ഏത് ആർഗ്യുമെൻറ്റ് കറക്റ്റാണെന്ന് തോന്നിയാൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വേണം. അപ്പോൾ റെസ്ട്രെയിനിങ് യുവർ ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഇഫ് യു ഫീൽ ദാറ്റ് യുവർ ഇമോഷൻസ് കോസ് യു ടു ബി ലെസ് ഒബ്ജക്റ്റീവ്, ഫോർ എക്സാമ്പിൾ യു ഡിസ്ലൈക്ക് someone in the group and therefore pay less attention to what they are saying, even it is important, you need to consciously identify which emotions are responsible. Close your mind to the person and listen to their arguments. അപ്പം എതിർകക്ഷി എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ എതിർ പാർട്ടി ഏതെങ്കിലും ഗ്രൂപ്പ് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഇമോഷണൽ നമ്മൾ കൺട്രോളബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ചാൻസ് ഇല്ല. അതിനൊരു ഉത്തമ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ മിനിസ്റ്ററല്ല, ഹെൽത്ത് മിനിസ്റ്റർ ശൈലജ ടീച്ചർ ഒരു സമയത്ത് നമ്മുടെ ഒരു മാർച്ച് ഏപ്രിലൊക്കെ സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ തിളങ്ങി നിന്നൊരു സമയമാണ്. അപ്പം ഇപ്പോഴും അതെ, പക്ഷേ ആ ഒരു സമയത്ത് ഒപ്പോസിഷനിലുള്ളവർ ശശി തരൂരിനെ പോലെയുള്ള കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നവർ വരെ പുള്ളിക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്യുക ചെയ്തത് വലിയൊരു നല്ല രീതിയിൽ. എല്ലാവരും അല്ല, പക്ഷേ പുള്ളിയെ പോലെ. അപ്പോൾ അങ്ങനെ ഒരു വേറൊരു പാർട്ടി ആണെങ്കിൽ കൂടെ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടായിരിക്കും, ഒരു ബാരിയർ ഉണ്ടാവില്ല. ആര് നല്ലൊരു കാര്യം പറഞ്ഞാലും അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ. ലിസൺ ടു ഓൾ ദി സൈഡ്സ് ഓഫ് ആൻ ആർഗ്യുമെൻറ്റ് ബിഫോർ മേക്കിംഗ് അപ്പ് യുവർ മൈൻഡ്. ഇഫ് യു ആർ ഓൾറെഡി ഡിസൈഡഡ് വാട്ട് യു ആർ തിങ്കിങ് അറ്റ് ദ ബിഗിനിങ്, യുവർ മൈൻഡ് ഈസ് ഗോയിങ് ടു ബി ക്ലോസ്ഡ് ടു അതർ പോയിൻറ്റ്സ് ഓഫ് വ്യൂ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൈ അതേഴ്സ് തിങ്ക് ദെയർ പോയിൻറ്റ് ഈസ് വാലിഡ്. ട്രൈ ടു അത് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ലുക്കിംഗ് അറ്റ് ദ തിങ്സ് ഡിഫറെൻ്റ്ലി, ഒരു കാര്യത്തെ പല രീതിയിൽ ചിന്തിക്കാൻ പഠിക്കുക, പല കോണിൽ നിന്ന് ചിന്തിക്കണം. യു നീഡ് ടു ലേൺ ഹൗ ടു ലുക്ക് അറ്റ് ദി ഇഷ്യൂ ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. ട്രൈ ദിസ് വിത്ത് എ കറണ്ട് പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ ഇഷ്യൂ. റൈറ്റ് ഡൗൺ പോയിൻറ്റ്സ് ഇൻ ഫേവേഴ്സ് ഓഫ് ആൻഡ് അഗെയിൻസ്റ്റ് ദി ഇഷ്യൂ. തിങ്ക് അബൌട്ട് ലോങ് ടൈം, ഷോർട്ട് ടൈം ആൻഡ് ഇമ്മീഡിയറ്റ് എഫക്ട്സ് ഓഫ് ആൻ ഈവൻറ്റ് ഇഫ് ഇറ്റ് ഈസ് റിസോൾവ് ഇൻ എ പർട്ടിക്കുലർ വേ. അപ്പം ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കഷനിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പല ആംഗിളിൽ നിന്ന് നോക്കി പഠിക്കാൻ സാധിക്കണം. അപ്പം അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ അനലൈസിങ് ഇൻഫോർമേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ് ഗോസ് ഫർദർ ദാൻ തിങ്കിങ് ഓൺ എ ഡിഫറെൻറ്റ് ഓർ ഹയർ ലെവൽ ഓർ യൂസിങ് ഇമോഷണൽ റെസ്ട്രെയിൻറ്റ്. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് അനലൈസിങ് ഇൻഫർമേഷൻ. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന അറിവിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിക്കണം. അപ്പം അതിനെ കൂടുതലായിട്ട് അറിയണം, ചുമ്മാ ഒരു പൊള്ളയായിട്ട് പഠിക്കരുത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതിനെ പഠിച്ചിട്ട് മാത്രമേ അത് അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ടു അനലൈസ് യു നീഡ് ടു ബ്രേക്ക് അപ്പ് എ ടോപ്പിക്, സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രോബ്ലം ഇൻ ടു പാർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. അപ്പോൾ ആ ഒരു ഒരു ഗ്രാമത്തിലുള്ള കുടിവെള്ള പ്രശ്നമാണെങ്കിൽ ഓരോരുത്തരുടെയും വീട്ടിൽ പോയിട്ട് എന്താണ് അവരുടെ എന്തുകൊണ്ടാണ് കിട്ടാത്തത്, ആ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് വെള്ളം എത്താത്തതെന്നൊക്കെ ഉള്ളത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ക്രിട്ടിക്കൽ തിങ്കിങ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്രിയേറ്റ് എ ചാർട്ട് ഓഫ് ദി ഇപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പുള്ളി രാജ്യങ്ങൾ മുഴുവനും കറങ്ങിയിട്ടുണ്ട് ഉള്ളതുകൊണ്ട്, അതിൻ്റെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞത് നമ്മുടെ ഇവിടെ കേരളത്തിൽ കിട്ടുന്ന മഴ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന മഴയല്ലേ. അപ്പോൾ ആ ഒരു മഴയെ ഓരോ വീടുകളുടെ മേളിൽ വീഴുന്ന മഴ, ടെറസിൽ വീഴുന്ന മഴയും അതെല്ലാം ആ ഒരു വെള്ളമെല്ലാം കൂടെ സ്റ്റോർ ചെയ്യുവാൻ പറ്റുവാണെങ്കിൽ ഓരോ വീടുകളിലും ഒരു സ്റ്റോറേജ് ഹൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മിനറൽ വാട്ടർ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് വെള്ളം ലഭ്യതയില്ലാത്ത സ്ഥലങ്ങൾ, ആഫ്രിക്ക പോലുള്ള കോണ്ടിനെൻസിലെല്ലാം അത് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അത് നമ്മളിൽ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇത് ഇവിടെ കേരളം എന്ന് പറയുന്ന ഒരു നല്ല രീതിയിൽ എക്കണോമിക്കലി ഹയറിലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇവിടുത്തെ മഴയുടെ ആ ഒരു എമൗണ്ട് അറിയണം. അതായത് എത്ര ഓരോ സീസണും പെയ്യുന്ന മഴയുടെ അളവ് പഠിക്കണം. പിന്നെ ഏതൊക്കെ വീട്ടിൽ അതിനുള്ള സൗകര്യം നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു ചാർട്ട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്കതിനെ പറ്റിയൊരു അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഇൻഫർമേഷനെ കുറിച്ച്. അപ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ്. അടുത്തത് asking questions. Curiosity is one of the most important traits that help us to keep learning new things. അപ്പോൾ ഏതൊരു കാര്യം നമുക്ക് പഠിക്കുവാനാണെങ്കിലും ക്യൂരിയോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ പിള്ളേർ, ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള പിള്ളേർ, അവർ പഠിച്ചു വരുന്നത് ഈ 4 കാലം നടക്കുന്ന പിള്ളേരുണ്ടല്ലോ,
ചെറിയ പിള്ളേർ. അപ്പോൾ അവർ പഠിച്ചുകൊണ്ട് വരുന്നത് അവർ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്ന് അവർ അപ്പൻ അമ്മ എന്താ കാണിക്കുന്നത്, അവർ പറയുന്നത് എന്താണ്, അതെല്ലാം അവർ ആ ഒരു ക്യൂരിയോസിറ്റി കാണിക്കും. അപ്പോൾ അതെല്ലാം കേട്ടിട്ടാണ് അവർ ഓരോ കാര്യം പഠിക്കുന്നത്. അപ്പം ആ ഒരു ചെറിയ കൊച്ചിൻ്റെ ക്യൂരിയോസിറ്റി പോലെ നമ്മൾ എല്ലാ കാര്യത്തെയും നോക്കി കാണണം. ലേൺ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹെൽപ്പ് യു ടു ലേൺ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കുഡ് മീറ്റ് എനിവൺ ഓൺ എർത്ത്, whom would you meet and why? What questions would you ask him or her? Sometimes you want to pose questions to expert, to those whose opinion you value. What are the questions if you meet Manmohan Singh or Sachin? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മൻമോഹൻ സിംഗിനെ കാണുവാണെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണുവാണെങ്കിലും അവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. എന്നുവെച്ചാൽ അവരുടെ കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇത്രയും സക്സസ്ഫുള്ളായി എന്നൊക്കെ ഉള്ളതിൻ്റെ ആ ഒരു രഹസ്യം എന്താണെന്നുള്ളത് നമ്മൾ ക്യൂരിയോസിറ്റിയോടെ നോക്കി കാണണം. Solving problems. Many people don't know how to solve problems at work, home or school. There are many ways to address and solve problems. The first thing to do is to identify the problem. ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ആ പ്രോബ്ലം എന്താണെന്ന് പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, യു ആർ വേ ബിഹൈൻഡ് ഷെഡ്യൂൾ ഇൻ പ്രിപ്പയറിംഗ് ഫോർ യുവർ ഫിസിക്സ് ടെക്സ്റ്റ് ആൻഡ് യു ഹാവ് ഇൻ കംപ്ലീറ്റഡ് എനി അസൈൻമെൻറ്റ്സ് യു വെർ ഗിവൻ. ഈസ് ദിസ് ദ പ്രോബ്ലം? അപ്പം ഒരു അസൈൻമെൻറ്റ് തരികയാണ്, അല്ലെങ്കിൽ ഒരു ഫിസിക്സ് ടെക്സ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൊമേഴ്സ് ടെക്സ്റ്റ് പേപ്പർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സാം പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ല. അപ്പം പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ കാരണത്തിൻ്റെ ആ ഒരു പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്? ഈസ് ദിസ് ദ പ്രോബ്ലം? വൺസ് യു എക്സാമിൻ ക്ലോസ്ലി യു റിയലൈസ് ദാറ്റ് യു ഹാവ് സ്പെൻഡ് ടു മെനി late night with friends and so had little sleep. Be tired in the morning and so could not concentrate on your work. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല. അതുപോലെ നമ്മൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലും അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പഠിക്കാൻ സമയം കിട്ടാത്തതെന്നുള്ളതാണ് യഥാർത്ഥ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു യഥാർത്ഥ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോബ്ലം, നമുക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ള ആ ഒരു പ്രോബ്ലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. So the real problem is not you can't study well for the physics test or can't finish the assignment. The problem is that your social life is interfering with your work. Then you need to gather ideas on different ways to solve your problem through brainstorming or discussing with others. Not all the points, and take in the logically, unemotional and practical solutions. അപ്പം നമ്മൾ ഈ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുകയും അതിനെ എങ്ങനെ പരിഹരിക്കണമെന്ന് നോക്കുകയും ചെയ്യണം. അത് ഒരു ലോജിക്കലായിട്ട്, ഇമോഷണലൊന്നും അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാതെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുകയും വേണം. അതിന് വേറൊരു തടസ്സങ്ങൾ നമ്മുടെ ചിന്തയിൽ വരാൻ പാടില്ല. എന്താണ് പ്രോബ്ലം എന്നുള്ളത് അത് ജെനുവിനാണെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് തന്നെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ആകെ തുക പറയുന്നത് നമ്മളൊരു ഇമോഷൻസിനും ഒരു ഒറ്റ സൈഡ് നിന്ന് ചിന്തിച്ച് ഒരിക്കലും പ്രവർത്തിക്കരുത്. നമ്മുടെ ചിന്ത ഒരൊറ്റ സൈഡിലേക്ക് മാത്രം ഒതുങ്ങാതെ ഒപ്പോസിഷൻ എന്ത് പറയുന്നോ അതും കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഡിസ്കഷൻ ഉണ്ടാവാൻ സാധിക്കത്തുള്ളൂ. Next one is knowledge of group dynamics. Employees today search for self-motivated candidates who can work in a team-oriented environment. So group management skills are a must for the participants of a group discussion. Organizers test you on whether you can get along with other people or whether you are self-obsessed person. അപ്പോൾ self-obsessed person എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്തിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ടീം വർക്കിൽ ഒരിക്കലും സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരാളെ, ഒരു വ്യക്തിയെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ബലഹീനതകൾ കണ്ട് ചെയ്യുവാൻ പഠിക്കണം. അപ്പം ഇപ്പോൾ വേറൊരുത്തൻ നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവന് വേറൊരു കഴിവുണ്ടായിരിക്കും, നല്ലൊരു കഴിവുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ വേറൊരാൾ നന്നായിട്ട് അവൻ്റെ സൗണ്ട് നല്ല രീതിയിൽ ഒച്ചത്തിൽ സംസാരിക്കാൻ സാധിക്കുമായിരിക്കും, അവനെക്കൊണ്ട് അതിനെ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ നെഗറ്റീവ് പോസിറ്റീവ് മനസ്സിലാക്കി വേണം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ അല്ലെങ്കിൽ ഒരു ടീം വർക്കിൽ ഒന്നിച്ച് നിൽക്കാൻ. ഫോർ ദിസ് റീസൺ പാർട്ടിസിപ്പൻസ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ ദേ വിൽ ഓൾ സക്സീഡ് ഓർ ഫെയിൽ ടുഗദർ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഒന്നെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ജയിക്കും അല്ലെങ്കിൽ തോക്കുകയും ചെയ്യും. അപ്പോൾ അത് രണ്ടും ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. If a member is not contributing, he or she will not only hurt himself or herself but also the group as a whole. You can manage a group well by using the following tactics. അപ്പം ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം
താഴെ കൊടുത്തിരിക്കുന്ന തന്ത്രങ്ങൾ, ടാക്ടിക്സ് എല്ലാം നമുക്ക് ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ജനറേറ്റ് എഗ്രിമെൻറ്റ് ഓൺ എ കോമൺ വ്യൂ പോയിൻറ്റ്, എവറി മെമ്പർ ഷുഡ് വർക്ക് ഫോർ ഇറ്റ്. അപ്പം ഒരു കോമൺ വ്യൂ പോയിൻറ്റ്, എല്ലാവരുടെയും ആവശ്യം ഒന്നെന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ടീം, ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവർ, അവർക്കെല്ലാം ഒരു കോമൺ ലക്ഷ്യമുള്ളൂ, മറ്റുള്ള എതിർ ടീമിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്, നമുക്ക് ജയിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോമൺ വ്യൂ പോയിൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ബി അഡാപ്റ്റബിൾ ആൻഡ് അഡ്ജസ്റ്റ് വിത്ത് അതർ മെമ്പേഴ്സ്. അപ്പം ബാക്കിയുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഷോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ് വ്യൂസ് ഈവൻ ഇഫ് യു ഡു നോട്ട് എഗ്രി വിത്ത് ദം. ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ വേറൊരാൾ പറയുന്നൊരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടെ നമ്മളത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കേൾക്കുക. ഡു നോട്ട് ഇൻഡൾജ് ഇൻ നീഡ്ലെസ് ടോക്സ് ആൻഡ് പ്രൈവറ്റ് ഡയലോഗ് വിത്ത് യുവർ നെയ്ബർ ആസ് ഇറ്റ് മേ ഡിസ്ട്രാക്ട് അതേഴ്സ്. അപ്പം ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പ്രൈവറ്റ് ടോക്സിലൊന്നും പോയി സംസാരിക്കാതിരിക്കുക. ആക്സെപ്റ്റ് ക്രിറ്റിസിസം സ്പോർട്ടിംഗ്ലി. അപ്പം ഒരു വിമർശനം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മളത് കൈകാര്യം ചെയ്യണം. മോട്ടിവേറ്റ് അതർ പാർട്ടിസിപ്പൻറ്റ് ടു കോൺട്രിബ്യൂട്ട് ആൻഡ് ടു ബി കോപ്പറേറ്റീവ്. അപ്പോൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ടീം ലീഡർ, ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരാൾ ബാക്കിയുള്ളവരെയും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ജയിക്കുവാൻ സാധിക്കണം. ഡീൽ വിത്ത് ഹോസ്റ്റൈൽ മെമ്പേഴ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ടാക്ച്വലി, അതർവൈസ് ദ വോൾ ടീം വിൽ ലൂസ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ടീം ധോണി എന്ന് പറയുന്നത്, കാരണം പുള്ളിയുടെ ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം ഓരോ കോൺഫ്ലിക്ട്സ്, ആരുമായിട്ടും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നല്ല കൂളായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു നിർണായക ഘട്ടത്തിലാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു തന്ത്രപരമായ തീരുമാനം നമ്മൾ ഒരു നയപരമായിട്ട്, കോൺഫ്ലിക്ട്സ് ടാക്ച്വലി എന്ന് പറഞ്ഞാൽ നയപരമായിട്ട് എല്ലാ കാര്യങ്ങളും കാണുക. അപ്പോൾ ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ലീഡർ എന്ന് പറയുന്ന ആളും ഗ്രൂപ്പിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും ശ്രമിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഓരോരുത്തരുടെ പോസിറ്റീവ് മനസ്സിലാക്കി ആ കൃത്യസമയത്ത് ആരാണോ നമുക്ക് പ്രയോജനപ്പെടുക അവരെ വെച്ച് വേണം കാര്യങ്ങൾ നീക്കുവാൻ. അപ്പോൾ ഡീൽ വിത്ത് ഹോസ്റ്റൈൽ മെമ്പേഴ്സ്. അപ്പം ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ളവരെ വെച്ച് ഏറ്റവും നന്നായ രീതിയിൽ അതിനെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലീഡർ എന്ന് പറയുന്ന ആൾ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് വേണം ടീമിനെ കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു സമയത്ത് ഒരാൾ തളർന്നു പോയാൽ മറ്റേ ആൾക്ക് കയറി പിടിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ. ടു ജോയിൻ ദ ഡിസ്കഷൻ, drive yourself in at the earliest suitable pause. When a speaker has completed his or her arguments, when a speaker is needlessly prolonging the argument, when the discussion is in a state of confusion and chaos, you find a weak speaker unable to contribute. To join the discussion, drive yourself in the earliest suitable pause. When a speaker has completed his arguments, when a speaker is needly when the discussion is in a state of confusion and chaos. എന്ന് വെച്ചാൽ അത് തന്നെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ കൂടെയുള്ളവർ ഹെൽപ്പ് ചെയ്യണം. വെൻ യു ഫൈൻഡ് എ വീക്ക് സ്പീക്കർ അൺഎബിൾ ടു കോൺട്രിബ്യൂട്ട്. അപ്പം കൂടെയുള്ള ഒരാൾ ഒരു വീക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ, ആ ഒരു പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ടെങ്കിൽ കൂടെയുള്ളവർ വേണം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ. അപ്പം നെവർ എൻ്റർ ദ ഡിസ്കഷൻ വിത്ത് എ ഡിസഗ്രിമെൻറ്റ്, ഫസ്റ്റ് എഗ്രി വിത്ത് ദി സ്പീക്കർ ആൻഡ് ദെൻ പ്രസൻറ്റ് യുവർ വ്യൂസ്. അപ്പോൾ ഒരിക്കലും ആദ്യമേ തന്നെ അങ്ങോട്ട് ചെന്ന് എനിക്കിത് എതിർപ്പാണ്, എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പറയണ്ട, എനിക്ക് ഈ കാര്യത്തിൽ എതിർപ്പാണ്, ഞാനിതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറയരുത്. കാരണം ആ ഒരു കാര്യത്തിൽ സ്പീക്കർ എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് വേണം അത് എതിർപ്പാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ അവതരിപ്പിക്കാൻ. ആദ്യമേ ഒരു മുൻവിധിയോടെ കാണരുത് എന്നാണ് പറയുന്നത്. ഡു നോട്ട് മേക്ക് പേഴ്സണൽ റിമാർക്സ് ഓർ ഷോ ആങ്കർ. അപ്പം ഒരു വ്യക്തിപരമായ വൈരാഗ്യം വെച്ചിട്ടോ ദേഷ്യമോ ഒന്നും ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാടില്ല. ഒരാളെ ടാർഗറ്റ് ചെയ്യാനൊന്നും പാടില്ല. ഷെയർ ലീഡർഷിപ്പ് ആസ് ദെയർ ഈസ് നോ എലക്റ്റഡ് ലീഡർ ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ ഇപ്പോൾ ഒരു ലീഡർ ഇല്ലെങ്കിൽ കൂടെ തന്നെ ഒരു ലീഡർ അത്യാവശ്യമാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി. അപ്പം അങ്ങനെ ഒരു ലീഡർ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ആ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങും എല്ലാവരുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു തിങ്കിങ് പ്രോസസ്സും ഒക്കെയാണ്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെയാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ടീം വർക്കിൽ ഏറ്റവും അത്യാവശ്യം. അപ്പോൾ ഇതിൽ വേണ്ടത് എന്താ? ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ എന്താണെങ്കിലും മസ്റ്റായിട്ട് വരും ഫൈനൽ എക്സാമിന്.